പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് നമ്മുടെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നടന്ന ആ ദാരുണമായ ആ മരണത്തെപ്പറ്റി, നിതിൻ രാജിൻ്റെ മരണത്തെപ്പറ്റി നമ്മൾ കേട്ടത്. സ്വന്തം മകൻ ഡോക്ടറായി വെള്ള കോട്ടണിഞ്ഞു വരുന്നതും സ്വപ്നം കണ്ട് കാത്തിരുന്ന ഒരു അച്ഛൻ്റെയും ഒരമ്മയുടെയും മുൻപിലേക്ക് മകൻ്റെ ചേതനയറ്റ വെള്ള പുതപ്പിച്ച മൃതശരീരം എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ മാനസിക വ്യത നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമുക്കറിയാം, നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടെ എല്ലാവരും കേട്ടു. ആ സ്റ്റാഫ് റൂമിനെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത് നമ്മൾ കേട്ടു, അല്ലേ? ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അധികം പറയാനുള്ളത്, അവനെ കേൾക്കാനുള്ളത് ഒക്കെ ഒരു സ്റ്റാഫ് റൂമാണ്, അല്ലേ? ആ സ്റ്റാഫ് റൂമിൽ അവൻ പറഞ്ഞത് കുടിപ്പകയോടെ പ്രവർത്തിക്കുന്നത്, ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് എന്നാണ്, അല്ലേ? അപ്പം എത്രമാത്രം പീഡനങ്ങൾ അവൻ അനുഭവിച്ചു എന്ന് അവൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം അവൻ ക്ഷമിക്കുകയാണ് ഉണ്ടായത്, അല്ലേ? അവൻ്റെ അമ്മയെ കളിയാക്കുകയും സർജറിയെ കളിയാക്കുകയും അതുപോലെ തന്നെ 3 മാർക്ക് കുറച്ചെന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് സർപ്രൈസ് കൊടുക്കൂ എന്ന് അവർ പറയുമ്പോൾ എത്രമാത്രം പഠിക്കുന്നൊരു വിദ്യാർത്ഥി ഒരു ടോർച്ചറാണ് അവൻ അനുഭവിക്കുന്നത്, ടോർച്ചറിങ് ആണ് അവൻ അനുഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ? അവിടെ നമുക്ക് പറയുമ്പോൾ, ആ സ്റ്റാഫ് റൂമിനെ പറ്റി പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യമുണ്ട്. സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് അവർ സമാധാനത്തോടെ കേൾക്കണം, അവരെ ചേർത്ത് പിടിക്കണം, തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം, അതൊക്കെ തിരുത്താൻ ശ്രമിക്കണം. അതൊക്കെയല്ലേ ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം പീഡനമാണ് അവൻ അനുഭവിച്ചതെന്ന് നമുക്ക് ആ ശബ്ദ സന്ദേശത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അവനോട് പറയുന്നു, കാലും കൈയും വെട്ടിക്കളയുമെന്ന്. എന്തൊരു ധിക്കാരമാണ് ആ അധ്യാപകർക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഇതുപോലൊരു സംഭവം അഞ്ചരക്കണ്ടിയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി റാഗിങ്ങിലൂടെ ആത്മഹത്യ ചെയ്തതിനെ പറ്റിയും നമ്മൾ കേട്ടിരുന്നു, അല്ലേ? അന്നും ഇതുപോലെ ഒരുപാട് വാർത്തകൾ ഉണ്ടായി. അന്നും ഇന്നും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഒരുപാട് പ്രതികരിച്ചിരുന്നതാണ്. എന്നിട്ട് എന്താണ് ഒന്നും നടക്കാതെ പോയത്? ഇതിനൊന്നും ഒരു നീതിയും ലഭിച്ചില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ മറക്കാത്ത ഒരു സംഭവമുണ്ട്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്ന ആ സംഭവം. ഇന്ന് ആ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായി ചെയ്തിട്ടുള്ള ആളുകളും അവർക്കൊക്കെ ശിക്ഷ ലഭിച്ചോ? അതുപോലെ തന്നെ ഇന്ന് ആ കോളേജിൻ്റെ ഡീൻ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലേ? ആ മാതാപിതാക്കൾക്ക് നീതി കിട്ടിയോ? അപ്പോൾ ഇതെന്തൊരു നിയമമാണ്, എന്തൊരു ലോകമാണ് ഇവിടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നും കറുപ്പ് നിറവും ജാതിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു തലമുറയിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. പഠിക്കാൻ കഴിവുള്ളവരെ പരിഗണിക്കണം, പഠിപ്പിക്കണം, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ 7 മാസം കൊണ്ട് നിതിൻ രാജ് അനുഭവിച്ച പീഡനങ്ങൾക്ക് HODക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ തലമുറയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിറവും ജാതിയും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സ്നേഹിക്കാനും കരുതാനും ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം. ഇവിടെയാണ് വാഴ 2 എന്ന സിനിമയിലേക്ക് ഞാനൊന്ന് വിരൽ ചൂണ്ടുന്നത്. ഈ സിനിമ കാണാൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയത് എൻ്റെ 19 വയസ്സുള്ള എൻ്റെ മോനാണ്. ആ സിനിമ കണ്ട് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ആ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളും ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സിനിമ അവർ അഭിനയിക്കുകയല്ല, അവർ ജീവിക്കുകയാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയവരുടെ വരെ കണ്ണുകൾ നിറയുന്ന കാഴ്ച ഞാൻ കണ്ടു. അതുപോലെ
ഓരോ രംഗങ്ങളും വരുമ്പോൾ നം നം അവരിൽ അവരിൽ നമ്മളും ഒരാളായി മാറുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളൊരു നല്ല ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ സിനിമകളെയും നല്ല സിനിമകളെയും കാണാൻ ശ്രമിക്കണം. അപ്പം അങ്ങനെ അതുപോലെ നമ്മൾ ആ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിലെ നല്ല വശങ്ങൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഞാൻ ഈ സിനിമയിലേക്ക് തന്നെ വരട്ടെ. ഒരുപാട് പേരുടെ ജീവിത കഥ ബന്ധങ്ങൾ തിരിച്ചറിയുന്ന ഒരു കഥയായി എനിക്ക് വാഴ 2 മനസ്സിലാക്കി. കാരണം നമ്മുടെ അനുഭവം പോലെ തന്നെ നമ്മളിൽ ഒരാളായി മാറുന്നൊരനുഭവം. രക്തബന്ധങ്ങളെ തിരിച്ചറിയാനും അധ്യാപകരെ തിരിച്ചറിയാനും കൂട്ടുകാരെ തിരിച്ചറിയാനും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മനസ്സുകളെ അടുത്തറിയാൻ ദൂരെയുള്ള കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ അവരുടെ മക്കളുടെ സ്ഥാനത്ത് നിന്ന് കടമകൾ നിറവേറ്റാൻ ഇതെല്ലാം വാഴ 2-വിൽ കൃത്യമായി അഭിനേതാക്കൾ ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. സിനിമ കണ്ടു തീരുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം അവിടെ തന്നെയുണ്ട്. ഇവിടെയാണ് വാഴ 2-വിലെ സ്റ്റാഫ് റൂം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം നമ്മൾ ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അത് വളരെ വ്യക്തമായി മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ നിതിൻ രാജിൻ്റെ ഡെന്റൽ കോളേജിലെ സ്റ്റാഫ് റൂമും വാഴ 2-വിലെ സ്റ്റാഫ് റൂമും ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ നടന്നത് എന്താണ്. വാഴ 2-വിൽ കണ്ട അതേ സ്റ്റാഫ് റൂമിലായിരുന്നുവെങ്കിൽ, അതുപോലെ ചർച്ചയായിരുന്നുവെങ്കിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഒരുപോലെ ചർച്ചയിൽ പങ്കെടുത്ത് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമ്പോഴാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് പൂർത്തിയാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ നിതിൻ രാജിനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഡോക്ടറായി തന്നെ വന്നേനെ അല്ലേ. അപ്പോൾ ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാൻ ഒരവസരമുണ്ടാക്കിയ ഈ വാഴ 2-വിലെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനും അഭിനേതാക്കൾക്കും ഞാൻ എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് തരുന്നു.